വധശ്രമ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതായത് സുഗതന് ജാമ്യമില്ല. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിലും സുഗതന് ജാമ്യമില്ല എന്നുള്ള സുഗതന് ജാമ്യമില്ല. ആഹാ, ചിലർക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ സുഗതന്റെ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ച് സുഗതന് ജാമ്യം കിട്ടിയാൽ പോലും സുഗതന് പുറത്തിറക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കാപ്പ കേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ജാമ്യം കിട്ടിയാലും സുഗതന് പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാപ്പ കേസിൽ ഒരു തീർപ്പാണ് ആദ്യം ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത്. അതിൽ ഒരു തീർപ്പുണ്ടായി സുഗതനെ ആ ഒരു തരത്തിൽ കാപ്പ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ സുഗതനെ ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തുള്ളൂ. അതിലെന്തായാലും സുഗതൻ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ അപ്പീൽ ഇപ്പോൾ തീർപ്പായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ സുഗതനെ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഈ രണ്ട് കേസിലും സുഗതന് ജാമ്യം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴാണ് പുറത്തിറങ്ങാൻ പറ്റുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും സുഗതന് ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഇനി മേൽക്കോടതിയിൽ പോകാൻ പറ്റുമല്ലോ. ഇനി മേൽക്കോടതിയിലേക്കാണ് സുഗതൻ പോയിരിക്കുന്നതെന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് എന്താണ് വിധി വരുന്നത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാപ്പ കേസിൽ ഇപ്പോൾ സുഗതന്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഈ ഒരു കാപ്പ കേസിൽ എന്താണ് ഈ പറയുന്ന രീതി സുഗതൻ കൊടുത്ത അപ്പീലിന്മേൽ കാപ്പ ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതും വളരെയധികം നിർണായകമായിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പേരിൽ സുഗതൻ അയോഗ്യനാകുമോ, അതല്ല സുഗതന്റെ സ്ഥാനം തെറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യം. ഇതിന്റെ പേര് സുഗതനെ അയോഗ്യനാക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സുഗതൻ 3 യോഗങ്ങളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ സുഗതനെ അയോഗ്യനാക്കാൻ പറ്റത്തുള്ളൂ. സുഗതൻ ഇപ്പോൾ വരെയും ഒരൊറ്റ യോഗത്തിൽ മാത്രമേ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. ഇനിയും 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ സുഗതനെ അയോഗ്യനാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനെങ്കിലും സാധിക്കത്തുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ സുഗതനെ അയോഗ്യനാക്കാൻ സാധിക്കത്തില്ല. പിന്നെ സുഗതന്റെ സത്യപ്രതിജ്ഞയുടെ കാര്യം, അതും സുഗതൻ കോടതിയെ സമീപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലവിലും ബി ജെ പിക്ക് 50 സീറ്റുകളുണ്ട്, ഒരു സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടി തന്നെ. ഈ സുഗതന്റെ കാര്യം തന്നെയും സുഗതനെ അയോഗ്യനാക്കിയാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചുള്ള 50 പേര് പിന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ സ്വതന്ത്രന്റെ പിന്തുണ ബി ജെ പിക്ക് തന്നെയാണെന്ന് കാര്യം സംശയമില്ല. അപ്പോൾ അവിടെയും ഈ പറയുന്ന തോതിൽ ബി ജെ പി അട്ടിമറിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഈ പറയുന്ന സ്ഥലത്ത് സുഗതൻ മത്സരിച്ച് വിജയിച്ചെടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെയും ബി ജെ പിക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യത ഏറെയും നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ നിലവിലത്തെ സാഹചര്യത്തിൽ ആ സീറ്റിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ ഒട്ടും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സുഗതന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എത്ര വോട്ടിനാണോ വിജയിച്ചത് അതിൽ ഇരട്ടി വോട്ടുകൾക്ക് വിജയിക്കാനാണ് ഇത്തവണ സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ അവിടെ വരെയൊക്കെ കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. അതിന് മുന്നേ തന്നെ സുഗതന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളും വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരൊറ്റ കാര്യമുണ്ട്, അതായത് ഈ കാര്യത്തിന്റെ മേൽ ഈ പറയുന്ന തോതിൽ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഭരണം തെറിക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണം അട്ടിമറിക്കും എന്നൊക്കെ പറയുന്നത് ശുദ്ധമണ്ടത്തരമാണ്. അതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ജാമ്യാപേക്ഷ അത് തള്ളിക്കളഞ്ഞത് തീർച്ചയായും സുഗതന് ജാമ്യം കിട്ടിയാൽ പോലും സുഗതന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാപ്പ കേസിൽ ഈ പറയുന്ന രീതി കാപ്പ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ്. അതിൽ സുഗതനെ ഒഴിവാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ ജാമ്യം കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് കാപ്പ ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സുഗതൻ സമീപിച്ചിരിക്കുന്നത് ജില്ലാ കോടതിയാണ്. അവിടുത്തെ തീരുമാനം പോലിരിക്കും ബാക്കി കാര്യങ്ങൾ.